नमस्ते प्यारे। आज 14 सितंबर हिंदी दिवस है। सबसे पहले आप सभी को हिंदी दिवस की हार्दिक शुभकामनाएं अदा करती हूँ. ഹിന്ദിയെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കുന്നത്. സെപ്റ്റംബർ 14 ഹിന്ദി ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം നമുക്ക് ഹിന്ദിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം അല്ലേ. എല്ലാ മത്സര പരീക്ഷകളിലും ഹിന്ദി എസ് രാഷ്ട്രഭാഷ, രാജ്യഭാഷ, സമ്പർക്ക ഭാഷ എന്നിങ്ങനെ ഒരു മോഡ്യൂൾ വരാറുണ്ട്, സിലബസിൽ വരാറുണ്ട്. അപ്പോൾ പരീക്ഷകളിലും വരാറുണ്ട്. ഒരു 2 മാർക്ക് 3 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു മാർക്ക് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളത് പഠിച്ചേ തീരൂ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹിന്ദിയെക്കുറിച്ചാണ് പഠിക്കുന്നത്. 1936 में गांधी जी ने स्पष्ट रूप से हिंदी को राष्ट्रभाषा बनाने के लिए आग्रह प्रकट किया. 1936 ഗാന്ധിജി ഹിന്ദിയെ രാഷ്ട്രഭാഷയാക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. संविधान के अनुच्छेद 343 से 351 तक हिंदी को राजभाषा का अधिकार दिया गया. ഭരണഘടനയിൽ ആർട്ടിക്കിൾ 343 മുതൽ 351 വരെയാണ് ഹിന്ദിയെ രാജഭാഷയായി പ്രതിപാദിക്കുന്നത് കേട്ടോ. 14 सितंबर 1949 को हिंदी को संवैधानिक रूप से राजभाषा घोषित किया गया. इसलिए प्रत्येक 14 सितंबर को हिंदी दिवस मनाया जाता है. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ സെപ്റ്റംബർ 14 1949 സെപ്റ്റംബർ 14 ഹിന്ദിയെ ഭരണഘടന രാജഭാഷയായിട്ട് അംഗീകരിച്ചത്. അതുകൊണ്ടാണ് എല്ലാ വർഷവും സെപ്റ്റംബർ 14 നമ്മൾ ഹിന്ദി ദിവസമായി ആചരിക്കുന്നത്. അപ്പോൾ ആർട്ടിക്കിളും ഓർക്കണം. 343 മുതൽ 351 വരെ എന്താണ് രാജഭാഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ്. ഇത് ക്വസ്റ്റ്യൻസിൽ വന്നിട്ടുണ്ട്, കഴിഞ്ഞ JLTക്ക് ചോദിച്ചിട്ടുണ്ട് ഏത് ആർട്ടിക്കിളാണ് എന്നുള്ളത്. ഇത് പഠിക്കണം. പിന്നെ ഏത് വർഷമാണെന്നും ചോദിച്ചിട്ടുണ്ട്, അതും പഠിക്കണം. ഭരണഘടന അംഗീകരിച്ച വർഷം 1949 കേട്ടോ. संविधान के भाग 17 अनुच्छेद 343 से 351 में രാജഭാഷ के बारे में है. മനസ്സിലായോ? ഭരണഘടനയിലെ ഭാഗം 17 ആർട്ടിക്കിൾ 343 മുതൽ 351 വരെയാണ് രാജഭാഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഭാഗ് 17 കുൽ 4 അധ്യായ. അപ്പോൾ ഭാഗം 17 4 അധ്യായങ്ങളാണ്. ഒന്നാമത്തെ അധ്യായം എന്ന് പറയുന്നത് സംഘ് കി രാജഭാഷ. അത് ആർട്ടിക്കിൾ വരുന്നത് 343 മുതൽ 351 വരെയാണ് കേട്ടോ. രാജഭാഷയെക്കുറിച്ച് വരുന്നത് നമ്മൾ പഠിച്ചു 343 മുതൽ 351 വരെ. രണ്ടാമത്തെ അധ്യായം വരുന്നത് പ്രാദേശിക് ഭാഷയാണ്. അത് ആർട്ടിക്കിൾ 345 മുതൽ 347 വരെയാണ്. അടുത്ത അധ്യായം വരുന്നത് ഉच्च न्यायालय एवं उच्चतम न्यायालय की ഭാഷ, അതായത് സുപ്രീം കോർട്ട്, ഹൈക്കോടതി ആ ഒരു വരുന്നതാണ്. അതിൻ്റെ ആർട്ടിക്കിൾ വരുന്നത് 348 മുതൽ 349. നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റമാണ് വരുന്നത് കേട്ടോ. നാലാമത്തെ അധ്യായം വിശേഷ് നിർദ്ദേശാണ്. അത് 350 മുതൽ 351 വരെയാണ്. ഇതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർത്താൽ മാത്രം മതി. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഹിന്ദിയെക്കുറിച്ച് പറയുന്നതാണ്. അനുസൂചി 8 एवं अनुच्छेद 29, 30, 120, 210 में भी भाषा के बारे में उल्लेख मिलता है. അപ്പോൾ 343 മുതൽ 351 വരെയാണ് നമ്മൾ പറഞ്ഞു രാജഭാഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അതുകൂടാതെ ആർട്ടിക്കിൾ 29, 30, 120, 210 ഭാഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത് മറ്റേ 343 മുതൽ 351 വരെയുള്ള ആർട്ടിക്കിൾ ചോദിച്ചിട്ടാണ്, രാജഭാഷയെ ഉല്ലേഖം ചോദിച്ചിട്ടാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. ഇത് ജസ്റ്റ് നമ്മൾ മനസ്സിലാക്കുക. അനുസൂചി 8 എന്നുള്ളതും മനസ്സിലാക്കുക. सन 1955 जून में बाल गंगाधर खेर की अध्यक्षता में प्रथम राजभाषा आयोग का गठन किया गया, जिसने अपना रिपोर्ट 1956 में प्रस्तुत किया. അതായത് 1955 ബാൽ ഗംഗാധർ ഖേറിൻ്റെ അധ്യക്ഷതയിലാണ് ആദ്യത്തെ രാജഭാഷാ ആയോഗ് നിലവിൽ വന്നത്. അതിൻ്റെ റിപ്പോർട്ട് 1956 സമർപ്പിക്കുകയും ചെയ്തു. അപ്പോൾ രാജഭാഷ പഠിക്കണം നമ്മൾ, രാജഭാഷ ആയോഗം പഠിക്കണം.
രാജഭാഷ പ്രഥം രാജഭാഷ ആയോഗിൻ്റെ അധ്യക്ഷൻ ആരാണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ബാൽ ഗംഗാധർ ഖേർ എന്ന് പ്രത്യേകം പഠിച്ചു വെക്കുക. അപ്പോൾ എപ്പോഴാണ് രാജഭാഷ ആയോഗ് നിലവിൽ വന്നത്? 1955 1956 നിലവിൽ വന്നു കേട്ടോ. 1955 നിലവിൽ വന്നത്. വർഷവും പഠിക്കണം. പ്രഥമ അധ്യക്ഷ ആരാണ് എന്നുള്ളതും പ്രത്യേകം നമ്മൾ പഠിച്ചു വെക്കണം. അപ്പോൾ എന്താണ് 1955 രാജഭാഷ ആയോഗ് പ്രഥമ അധ്യക്ഷ കോൻ ഹെ? ബാൽ ഗംഗാധർ ഖേർ ഹെ. റിപ്പോർട്ട് സമർപ്പിച്ചതൊന്നും പഠിക്കേണ്ട, അത് ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. अनुच्छेद 343 के तहत संघ की राजभाषा हिंदी को घोषित किया गया. അപ്പോൾ ആർട്ടിക്കിൾ 343 പ്രകാരമാണ് സംഘ की രാജഭാഷ ഹിന്ദിയായി പ്രഖ്യാപിച്ചത്. अनुच्छेद 344 के तहत राजभाषा आयोग का गठन किया गया. ഇതും പഠിക്കണേ. 343 के तहत എന്താണ്? സംഘ की രാജഭാഷ. 343 സംഘ की രാജഭാഷയാണ് ഹിന്ദി. 344 എന്താണ്? രാജഭാഷ ആയോഗ് ക ഘടൻ കിയാ ഗയ കേട്ടോ. അപ്പോൾ രാജഭാഷ ആയോഗ് നിലവിൽ വന്നത് 1955 ആർട്ടിക്കിൾ ഏതാണ്? 344. 8वीं अनुसूची में कुल 14 भाषाओं को रखा गया था, परंतु वर्तमान में संविधान के प्रारंभ में कुल 22 भाषाएं हैं. അപ്പോൾ 8वीं അനുസൂചിയിൽ മൊത്തം 14 ഭാഷകളായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്നത്തെ കാലം ഇന്ന് നമ്മൾ കാണുന്നത് ഭരണഘടനയിൽ എന്താണ്? 22 ഭാഷകളുണ്ട്. 22 ഭാഷകളുണ്ട്. അതാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ആദ്യം 14 ഭാഷകളായിരുന്നു. ഇപ്പോൾ നിലവിലുള്ളത് 22 ഭാഷകളാണ്. അത് അനുസൂചി ചോദിച്ചാൽ 8वीं അനുസൂചിയാണ്. എത്ര ഭാഷകളുണ്ട്? 22 ഭാഷയും ഹെ. ഓക്കെ. ആദ്യം 14 ഇപ്പം 22 ഭാഷകളാണ്. प्रथम विश्व हिंदी सम्मेलन 10 जनवरी 1975 को नागपुर में आयोजित किया गया. അപ്പോൾ ഹിന്ദി ദിവസ് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് പഠിക്കണം? വിശ്വ ഹിന്ദി ദിവസം പഠിക്കണം. വിശ്വ ഹിന്ദി ദിവസം എന്നാണ്? ജനുവരി 10 അല്ലേ? ജനുവരി 10 വിശ്വ ഹിന്ദി ദിവസ്. അപ്പോൾ വിശ്വ ഹിന്ദി ദിവസ് എന്നാണ് ഉണ്ടായത്? 1975 വിശ്വ ഹിന്ദി ദിവസ്. 1975 നാഗ്പൂരിലാണ് അതിൻ്റെ ആയോജനമൊക്കെ നടന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പ്രത്യേകം പഠിക്കേണ്ടത് 1949 ഹിന്ദി ദിവസമാണ്. സെപ്റ്റംബർ 14 ഹിന്ദി ദിവസ്, അതായത് ദേശീയ ഹിന്ദി ദിവസ്. ഹിന്ദി ദിവസ് എന്ന് പറയുന്നത് ദേശീയ ഹിന്ദി ദിവസ് അല്ലേ? നമ്മൾ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചതാണ്. 1949 ഹിന്ദിയെ രാജഭാഷയായിട്ടും രാഷ്ട്രഭാഷയായിട്ടൊക്കെ ഹിന്ദിയെ ഭരണഘടന അംഗീകരിച്ചത്. അത് 1949 സെപ്റ്റംബർ 14. പിന്നെ വിശ്വ ഹിന്ദി ദിവസമായി അംഗീകരിച്ചത് 1975 ജനുവരി 10. ക്ലിയർ അല്ലേ? 1975 जनवरी 10 विश्व हिंदी दिवस. डॉक्टर मनमोहन सिंह ने 10 जनवरी 2006 को प्रतिवर्ष विश्व हिंदी दिवस के रूप में मनाने की घोषणा की. അപ്പോൾ 2006 ജനുവരി 10 മുതലാണ് നമ്മൾ വിശ്വ ഹിന്ദി ദിവസ് ആഘോഷിക്കാൻ തുടങ്ങിയത്. അതാരാണ് ആഘോഷിക്കാൻ വേണ്ടി പ്രേരണയായത്? ഡോക്ടർ മൻമോഹൻ സിംഗ് അല്ലേ? നമ്മുടെ കഴിഞ്ഞ മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള മൻമോഹൻ സിംഗ് ആണ് 2006 മുതൽ ജനുവരി 10 വിശ്വ ഹിന്ദി ദിവസമായിട്ട് ആചരിക്കാനുള്ള ഓർഡർ കൊടുത്തത്. അപ്പോൾ ഇത്രയും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഹിന്ദിയെക്കുറിച്ചുള്ള ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ധന്യവാദ്.